നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ, അത് ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സ് ആയിരിക്കാം, നിങ്ങളുടെ ഇപ്പോഴത്തെ പേഴ്സൺ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, ഗേൾഫ്രണ്ട്, ബോയ്ഫ്രണ്ട്, ആരെങ്കിലും ആവട്ടെ, ആ വ്യക്തി ഇപ്പൊ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. രണ്ട് കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഭഗവാനെ, രണ്ട് കാർഡ്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ. ചില സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം. കാരണം നമ്മൾ പൊട്ടത്തരങ്ങൾ കാണിച്ച് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മളോട് ചില സമയത്ത് നമുക്ക് ദേഷ്യം വരാറുണ്ട്. അപ്പൊ നമ്മളോടും നമ്മൾ ക്ഷമിക്കണം. നമ്മളുടെ തെറ്റുകൾ ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കണം. കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മനസ്സ് വെക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാർഡ് പറയുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം. റൂഡായിട്ട് സംസാരിക്കരുത്, ഇൻസൾട്ടിങ് ആയിട്ട് സംസാരിക്കരുത് കേട്ടോ. വളരെ ക്ഷമയോടെ, ഇത്തിരി ദയയോടും കനിവോടും കൂടെ മറ്റുള്ളവരോട് സംസാരിക്കണം. അത് നിങ്ങളുടെ സെയിം ലെവലിലുള്ള ആളാണെങ്കിലും നിങ്ങളുടെ താഴെയുള്ള ആളാണെങ്കിലും, നമ്മളെക്കാളും ഉയരത്തിൽ നിൽക്കുന്ന ആളുകളോട് അങ്ങനെ വലിയ ജാട കാണിക്കാറില്ല. പക്ഷെ നമ്മളുടെ ഒരേ ലെവലിൽ നിൽക്കുന്നവരോട്, പ്രത്യേകിച്ച് നമ്മളെക്കാളും താഴെ ലെവലിലുള്ളവരാണെങ്കിൽ നമ്മൾ അവരോട് ഭയങ്കരമായിട്ട് എന്തോ നമുക്കൊരു അവകാശമുള്ളവർ, അവരുടെ മെക്കിട്ട് കയറാൻ, അങ്ങനെ ചില സ്വഭാവം ചിലർക്കുണ്ട്. അത് പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് ഇപ്പം? നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ മാനസിക അവസ്ഥ എന്താണ്? ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളുടെ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ്? ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളോട് പറയാണ്ടാണോ പോയത്? ഈ റിലേഷൻഷിപ്പ് ശരിയാവില്ല എന്ന് പറഞ്ഞായിരുന്നു, അതോ ഒരു രാത്രി അങ്ങ് ഇറങ്ങിപ്പോയത്? എന്ന് നിങ്ങളോടൊന്നും പറയാതെ മുങ്ങിക്കളഞ്ഞ ഒരു എനർജി പോലെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ വ്യക്തി അതിൽ വളരെ കുറ്റബോധമുണ്ട് വ്യക്തിക്ക്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള തീരുമാനം, അല്ലെങ്കിൽ ആരെയാണോ ഒരാളെ എന്തോ ഒരു തീരുമാനം ഈ വ്യക്തി എടുത്തിട്ടുണ്ട് എന്തായാലും. ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ കേട്ടോ. നിങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് അറിയാത്തത് കൊണ്ടുള്ള കൺഫ്യൂഷൻ ആണോ എന്ന് അറിയില്ല. എന്തായാലും ഇവിടുന്ന് ഒരു ചോദ്യവും പറച്ചിലും ഇല്ലാതെ ഇറങ്ങി പോയതില് ഒരു 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 കുറ്റബോധമുള്ള പോലെ, ഇത് പറഞ്ഞ് സോൾവ് ചെയ്യണം. അത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം ഇവിടെ ഒരു ക്ലോഷർ ആണ് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാല് ചില കാര്യങ്ങള് എന്താ പറയാ, അതിങ്ങനെ ഒരു ഒരു ഉണങ്ങാത്ത ഒരു മുറിവ് പോലെ. അപ്പൊ അതിന് മരുന്ന് വെച്ച് കെട്ടി അത് ഉണക്കിയെടുക്കാനാണ് നോക്കുന്നത്. പക്ഷെ ആ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം ഇവിടെ കാണിക്കുന്നില്ല. ഇമോഷണലി ഇപ്പോഴും നിങ്ങളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുകയാണ് വ്യക്തി. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അപ്പോ നമുക്ക് നോക്കാം. ഇനി അത് ചിലപ്പോ ഇവിടെ ഒരു തീരുമാനം എടുക്കാനുള്ള കുറ്റബോധമായിരിക്കും. ചിലപ്പോ നിങ്ങള് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഈ വ്യക്തി മുങ്ങിക്കളഞ്ഞപ്പോ നിങ്ങൾ ചിലപ്പോൾ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് അവർക്ക് അറിയില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങളെ കാണണം, സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇനി എന്ത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. 2 of Swords ആണ്, റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട് ഇപ്പൊ. അപ്പൊ അതാണ് മാനസികാവസ്ഥ. ഫിനാൻഷ്യലി എങ്ങനെയാണ് ഈ വ്യക്തി? ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ് അവിടെ സോഡിയാക് സൈൻ കാണിച്ചത്. ഫിനാൻഷ്യലി ഈ വ്യക്തി പൈസ സേവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം കുറച്ച് ദൂരത്തുള്ള ഒരാളാണ്. അപ്പൊ പൈസ സേവ് ചെയ്യണം. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ്. നല്ല ശമ്പളമുള്ള ജോലിയാണ്, നല്ല ബിസിനസ് ആണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്. പക്ഷെ ഈ വ്യക്തി
ഈ പൈസ അടിച്ചു പൊളിച്ചു കളയുന്ന ഒരു സ്വഭാവമാണ്. ഇപ്പോ ആ ഒരു എന്താ പറയാ ക്യാരക്ടർ, ആ ഒരു സ്വഭാവത്തില് വ്യത്യാസം വരുത്താൻ ശ്രമിക്കുകയാണ്. സ്വന്തം ധാരാളിത്തം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ വ്യക്തി ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ലിയോ സോഡിയാക് സൈൻ ആണത്. അടുത്ത ചോദ്യം, ഒഫീഷ്യൽ കരിയറിന്റെ അവസ്ഥ എന്താണ് വ്യക്തിയുടെ? ഫിനാൻഷ്യൽ അവസ്ഥ ഇങ്ങനെയാണ്. പൈസ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷെ പിടിപ്പില്ലാത്തത് കൊണ്ട് പൈസ വരുന്നതിനേക്കാൾ സ്പീഡിൽ ചെലവായി പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൽ വ്യത്യാസം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. കരിയർ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കരിയറിലെ ഈ വ്യക്തി കുറച്ചും കൂടെ നോളജ് ഉണ്ടാക്കാൻ ചിലപ്പോൾ പുതിയൊരു കോച്ചിങ്ങിന് വല്ലതും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇംപ്രൂവ് ചെയ്യണം, സ്കിൽ ഇംപ്രൂവ്മെന്റിന് ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തി ഈ ഒരു അവസ്ഥയിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ കരിയറിൽ ഒരു പ്രൊമോഷൻ കിട്ടുക, അതുപോലെ ഒരു സാലറി കൂടുതൽ കിട്ടുക എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ചിലപ്പോൾ ഒരു പ്രൊമോഷൻ എന്തെങ്കിലും ഒരു ഇതിന് ട്രൈ ചെയ്തപ്പോൾ എന്തോ ഒരു അതിന് വേണ്ട സ്കില്ല് ഇല്ലാതിരുന്നത് കൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയി. അപ്പോ അതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി പുതിയതായിട്ടുള്ള കോച്ചിങ്ങിന് എന്തോ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിപ്പോ ഈ കോച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പോ ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ മാനേജറായിട്ട് ജോലി വേണമെങ്കിൽ അതിന് പ്രൊമോഷൻ ഗവൺമെന്റ് സർവീസിലെല്ലാം നമുക്ക് എക്സാം എഴുതി എടുക്കേണ്ടി വരും. പ്രൈവറ്റിലാണെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എടുക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈ വ്യക്തിയുടെ പേഴ്സണൽ ജീവിതം എങ്ങനെയാണ്? ബന്ധം, ജനറൽ ആയിട്ടുള്ള ബന്ധത്തിന്റെ ഒരു അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അത്ര വലിയ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല വ്യക്തിക്ക്. ഈ വ്യക്തി ഒരു സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. ആളുകളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് സംസാരിക്കുന്ന ആളാണ്. അതുപോലെ ആൾക്കാരോട് വഴക്കടിക്കാൻ ആഗ്രഹിക്കുന്ന സ്വഭാവം അല്ല എന്ന് പറയുന്നുണ്ട്. ഈ വ്യക്തി ബന്ധങ്ങളിൽ ഇനിയും മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോ അതിന് വേണ്ട ഗ്രൗണ്ട് വർക്ക്, അപ്പൊ നിങ്ങളോട് പെരുമാറിയിരുന്നപ്പോ കുറച്ചൊക്കെ ഒരു നേരത്തെ ഒരു പ്രായത്തിൽ നമ്മളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുന്നു വെച്ചാൽ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു ബന്ധത്തിൽ ഇരിക്കുന്നു, നമ്മളെ ചുറ്റുമുള്ളവർ ഓരോ വളരുന്ന പ്രായത്തിലും നമ്മൾ കുറെ അബദ്ധങ്ങൾ കാണിക്കും. അവർക്ക് വേണ്ട നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ, നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യാറില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഓരോ അനുഭവങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ കുത്തിയിരുന്ന് ആലോചിക്കണമെന്ന്, എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തത്, അപ്പൊ ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത്, ഫാസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ളവർ നേരത്തെ പെരുമാറിയിരുന്നത്, അവരെന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ നിന്ന് പോയത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോ ഈ വ്യക്തി ബന്ധങ്ങളിൽ ഇനിയും പുരോഗമിക്കണം, പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരുത്തണം, കമ്മ്യൂണിക്കേഷനിൽ ഞാൻ വ്യത്യാസം വരുത്തണം, ഞാൻ സംസാരിക്കുന്ന രീതി, സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വ്യത്യാസം വരുത്തണം. അപ്പോ ഇപ്പൊ ഒരു പ്രത്യാശയുണ്ട്, ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ വ്യക്തിക്ക്. പക്ഷെ ഈ വ്യക്തി ഇപ്പൊ പ്രത്യാശയുണ്ട്, ഇപ്പം വേണ്ട ആ ഗ്രൗണ്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ കടിച്ചു കീറാൻ പോകുന്ന സ്വഭാവം, മറ്റുള്ളവരോട് ആവശ്യമില്ലാതെ വഴക്കിടുന്ന സ്വഭാവം എല്ലാം ഒന്ന് കൺട്രോളിൽ വരുന്നുണ്ട് ഈ വ്യക്തി. അപ്പൊ ഒരു പ്രത്യാശയുണ്ട്, ഇനി മുമ്പോട്ടുള്ള ബന്ധങ്ങളെല്ലാം നല്ലതായിരിക്കും എന്നൊരു പ്രത്യാശ ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അടുത്തായിട്ടേക്ക് നിങ്ങളോട് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് പെട്ടെന്ന് സംസാരിക്കണമെന്ന ഒരു വ്യക്തിക്ക് ചിന്തയുണ്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട്. അപ്പോ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. സൺ കാർഡാണ് ഇവിടെ കാണിക്കുന്നത്, ഹാപ്പിനെസ്. അപ്പോ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. വളരെ എന്ന് വെച്ചാൽ ഒരു എടുത്തു ചാടി, അപ്പൊ ആദ്യം നിങ്ങളോട് ചെയ്തതിന് കുറ്റബോധം ഉണ്ട്, വളരെയധികം കുറ്റബോധം. അപ്പൊ കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറ്റബോധം വളരെയധികം തലവേദനയായിട്ട് മാറും. തെറ്റ് ചെയ്തു, കാരണം ഇപ്പം വീണ്ടും വിചാരം വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങളോടായിരിക്കാം ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരാളായിരിക്കാം. ഒരു തരം ഒരു വൃത്തികെട്ട സ്വഭാവത്തിൽ ആ വ്യക്തി ഇറങ്ങിപ്പോയതാണ് നിങ്ങളോട് പറയാതെ. മനസ്സിലായി? ഇപ്പൊ ഒരു കുറ്റബോധം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം. രണ്ടാമത് റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് തുടങ്ങണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. സൺ കാർഡ്, ഹാപ്പിനെസ്. അപ്പൊ ഈ വ്യക്തിക്ക് തോന്നുന്നത് ഹാപ്പിനെസ്, ഈ വ്യക്തിയുടെ സന്തോഷം നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ്
വേറെ ആരുടെയും കൂടെ വ്യക്തിക്ക് സന്തോഷം കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നുണ്ട്. റിലേഷൻഷിപ്പ് നശിച്ചു പോയത് ഈ വ്യക്തിയുടെ തെറ്റുകൊണ്ടാണ് എന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും ഈ വ്യക്തി കേട്ടോ. കുറ്റബോധം ഉണ്ട്, നിങ്ങളോട് വന്ന് മാപ്പ് പറയുകയും പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും തൽക്കാലത്തേക്ക് ഈ വ്യക്തി നിങ്ങളുമായിട്ട് വളരെയധികം കുറ്റബോധം കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഇങ്ങനെ എന്താ പറയാ, കുതിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നോക്കട്ടെ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ ഈ വ്യക്തി. സ്നേഹത്തിന്റെ ഓഫറിംഗ് ആണ് തരാൻ പോകുന്നത്. നിങ്ങളോട് സ്നേഹമുണ്ട്. ഈ വ്യക്തി എന്തായാലും യെസ് കാർഡാണ്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. നേരത്തെ ഒരു അബദ്ധം പറ്റിയതാണ്. ഓരോരുത്തരുടെ സ്വഭാവം ഓരോ പ്രായത്തിൽ ഒരു തരത്തിലായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് പറ്റിയ അബദ്ധമാണെന്നാണ് വ്യക്തി പറയുന്നത്. ഇനി രണ്ടാമത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് എത്ര വർഷമായി ഈ നോ കോണ്ടാക്റ്റിൽ പോയിട്ടൊന്നും അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു ലവ് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിൽ മിക്കവാറും കോണ്ടാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ലിയോ സോഡിയാക് സൈൻ ഉണ്ട് ഇവിടെ, വോഗോ പൈസിസ് ഉണ്ട്, പിന്നെയും ലിയോ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഇത്രയുമാണ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഇവിടെ കണ്ടത്. അപ്പൊ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാ കമന്റ്സിനും സബ്സ്ക്രിപ്ഷനും ലൈക്കിനും എല്ലാം ഹൈപ്പിനും എല്ലാം വളരെയധികം നന്ദി. എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനി മുമ്പോട്ട് അതുണ്ടാവണം. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.